എൻ്റെ പേര് രാജേഷ്. ഇത് എൻ്റെ അമ്മയാണ്, എൻ്റെ വൈഫിൻ്റെ അമ്മയാണ്. 2 മുട്ടുകൾക്കും അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. കഴിഞ്ഞ 3 മാസമായി 1-2 സ്റ്റെപ്പ് നടക്കുമ്പോഴേക്കും നന്നായി ബുദ്ധിമുട്ടിയിരുന്നു. നല്ല വേദന ഉണ്ടായിരുന്നു, നടക്കാൻ നന്നായി ബുദ്ധിമുട്ടിയിരുന്നു. അങ്ങനെയാണ് ഡോക്ടർ നിഖിലിനെ നമ്മൾ കാണുന്നത്. പ്രാഥമിക പരിശോധനയിൽ തന്നെ മുട്ടുകൾക്ക് പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായി. 2 മുട്ടിനും പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മുട്ട് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ചെയ്യാനായി തീരുമാനിച്ചു. അങ്ങനെ ഡോക്ടറെ വീണ്ടും നമ്മൾ സമീപിച്ചു. അതിൻ്റെ ഓപ്പറേഷന് വേണ്ട നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞു. എല്ലാ പരിശോധനകളും നടത്തി. അമ്മയ്ക്ക് അങ്ങനെ മറ്റ് വലിയ കാര്യമായ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. അല്പം ഷുഗർ കൂടുതലായിരുന്നു എന്നതൊഴിച്ചാൽ. പിന്നെ നമ്മളിവിടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വന്നു. ജൂലൈ 9-നാണ് നമ്മളിവിടെ അഡ്മിറ്റ് ആവുന്നത്. ജൂലൈ 10-നായിരുന്നു ഓപ്പറേഷൻ. 2-2.5 മണിക്കൂറോളം കഴിഞ്ഞ് ഓപ്പറേഷൻ വളരെ നല്ല നിലയ്ക്ക് തന്നെ നടന്നു. ആശുപത്രിയിലെ മറ്റ് സൗകര്യങ്ങളും സമീപനങ്ങളും ഒക്കെ വളരെ നല്ലതായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് തന്നെ ഡോക്ടർ വന്ന് ഞങ്ങളെ വിളിച്ചു. ഞങ്ങളമ്മയെ കണ്ടു. ഓപ്പറേഷൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി വിശദീകരിച്ചു തന്നു. വലത് മുട്ടിന് കുറച്ച് കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, ഇടതിന് അത്രയും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. പിറ്റേന്ന് തന്നെ നമുക്ക് ആളെ എഴുന്നേൽപ്പിച്ച് നിർത്തും എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു പേഷ്യൻ്റ് സൈഡിൽ നിന്ന് വേണ്ട എല്ലാ വിവരങ്ങളും നമ്മൾ പല കാര്യങ്ങളും ചോദിച്ചിരുന്നു. അതിനെല്ലാം കൃത്യമായ മറുപടിയാണ് ഡോക്ടർ തന്നത്. അത് ഓപ്പറേഷന് മുമ്പും അത് കേട്ടോ. സ്വാഭാവികമായും അമ്മയ്ക്കും ഞങ്ങൾക്കൊക്കെ അതിൻ്റേതായ ഒരു സംശയമുണ്ടായിരുന്നു. ആ സംശയങ്ങളെല്ലാം വളരെ സാധാരണ നിലയ്ക്കുള്ള നമ്മുടെ ഒരു പേഷ്യൻ്റ് സൈഡിൽ നിന്നുള്ള ആകാംക്ഷയും പേടിയും ഒക്കെ ഉണ്ടല്ലോ, അതിനെല്ലാം കൃത്യമായ മറുപടി തന്നിരുന്നു. ഓപ്പറേഷന് ശേഷവും തന്നിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസവും കഴിഞ്ഞ് 4-ാം ദിവസം ഞങ്ങൾക്ക് ഡിസ്ചാർജായി. അതായത് ഒരു 10-ാം തീയതി വ്യാഴാഴ്ച നമ്മൾ അഡ്മിറ്റ് ആവുന്നു. തിങ്കളാഴ്ച തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. വളരെ കംഫർട്ടബിളായിട്ടാണ് ഡിസ്ചാർജായത്. അതിനുശേഷം വീണ്ടും ഉള്ള റിവ്യൂ എന്ന നിലയ്ക്കാണ് 23-ന് നമ്മൾ വീണ്ടും ഈ ഹോസ്പിറ്റലിൽ വരുന്നത്. വീണ്ടും കൃത്യമായി വന്നു. ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ 3 ഡിപ്പാർട്ട്മെൻറ്റുകളിൽ തന്നെ കണ്ടു. മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കണ്ടു. അതിനുശേഷം ഓർത്തോയിൽ വന്നു. ഡോക്ടർ വീണ്ടും വിശദമായി നോക്കി, ആളെ നടത്തിച്ചു. ഡോക്ടർ തന്നെ കയ്യിൽ പിടിച്ച്, അമ്മ നടക്കുമ്പോൾ ഒരു പഴയൊരു ശീലത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. മുട്ട് വയ്യാത്തതുകൊണ്ട് നടന്നിരുന്നതിൻ്റെ ഒരു ശീലമുണ്ട്. ആ ശീലം മാറ്റണം എന്നും അതെങ്ങനെയാണ് മാറ്റേണ്ടത് എന്നും ഒക്കെ പറഞ്ഞു കൊടുത്തു. അമ്മയോടും ഇതുപോലെ തന്നെ പേടിയുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അമ്മയാണെങ്കിൽ ഓപ്പറേഷൻ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഡോക്ടറോട് അത് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു പേടിയുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ സത്യത്തിൽ അമ്മയുടെ അമ്മയിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഓപ്പറേഷൻ്റെ തലേ ദിവസം ചെറിയ സ്വാഭാവികമായിട്ടുള്ള പേടിയുണ്ടല്ലോ, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച അത്രയും പേടിയുണ്ടായിരുന്നില്ല. ഓപ്പറേഷന് ശേഷം വളരെ കംഫർട്ടബിളായിരുന്നു. പിന്നെ വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും എക്സർസൈസ് ചെയ്യുന്ന കാര്യത്തിലും ഡോക്ടർ പറയുന്ന എല്ലാ എക്സർസൈസുകളും ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പോൾ ഓപ്പറേഷന് മുമ്പ് തന്നെ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളെ കൊണ്ടുപോകാൻ, അപ്പോൾ അമ്മയെ കൊണ്ടുവരാൻ ഞങ്ങളുണ്ടാവും, ഓപ്പറേറ്റ് ചെയ്യാൻ ഡോക്ടർ ഉണ്ടാവും, മരുന്ന് തരാൻ ഇവിടെ സംവിധാനം ഉണ്ടാവും, സഹായിക്കാൻ ആളുണ്ടാവും. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞ് എക്സർസൈസ് ചെയ്യേണ്ടതും മനസ്സുകൊണ്ട് എനിക്ക് നടക്കണം എന്നുള്ള ഒരു തോന്നലുണ്ടാവേണ്ടതും അമ്മയ്ക്ക് തന്നെയാണ് എന്നൊക്കെ മുൻകൂട്ടി തന്നെ ഒരു മാനസികമായൊരു പ്രിപ്പറേഷനും ഡോക്ടർ നടത്തിയിരുന്നു. വീണ്ടും ഈ റിവ്യൂവിന് വന്നപ്പോഴും കംഫർട്ടബിളാണ്. വീണ്ടും ഡെർമറ്റോളജിയിലും കൂടെ ഒന്ന് കാണാൻ പറഞ്ഞു. കണ്ടു. ഇനി അങ്ങോട്ട് നാളെ മുട്ടിലുള്ള ഇന്ന് സ്റ്റിച്ചൊക്കെ വെട്ടി എല്ലാം അതും നല്ലതായിരുന്നു. സ്റ്റിച്ച് വെട്ടിയപ്പോൾ ചെറിയ വേദന ഒഴിച്ച് മറ്റ് പ്രശ്നമൊന്നുമില്ല. കാലനക്കാനും നടക്കാനും ഒക്കെ നല്ലതാണ്. അതിനുശേഷം നാളെ ഇനി ഇതെല്ലാം ഒരു സ്റ്റിക്കറുണ്ട്, അത് കളഞ്ഞ് നന്നായി സോപ്പിട്ട് കുളിക്കാം എന്ന് വരെ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി 1 മാസം കഴിഞ്ഞ് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. സോഫാറി ഹോസ്പിറ്റലും ഡോക്ടറും ഇവിടുത്തെ ശസ്ത്രക്രിയാ സംവിധാനങ്ങളും ഒക്കെ നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമാണ്. ഡോക്ടറുടെ സമീപനവും വളരെയധികം ഇപ്പോൾ പ്രായമുള്ള അമ്മയ്ക്കും എനിക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ വളരെയധികം സന്തോഷകരമാണ്. തീർച്ചയായിട്ടും അതിൽ ഈ സംവിധാനത്തോടും ഡോക്ടറോടും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്, ഇല്ലേ? തീർച്ചയായിട്ടും അതാണ് പറയാനുള്ളത്. താങ്ക് യു.